ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്നു വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാ, എനിക്ക് അവിടുത്തെ അറിയാം. എന്തൊക്കെയോ അറിയാമെന്ന ഭാവത്തിൽ ചിലതൊക്കെ കാട്ടിക്കൂട്ടി നാം മുന്നോട്ട് പോകുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഞാൻ ക്രിസ്തുവിനെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ? പലപ്പോഴും പാരമ്പര്യങ്ങളുടെയും കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസങ്ങളുടെയും പിൻബലത്തിൽ നാം നമ്മുടെ വിശ്വാസത്തെപ്പറ്റി അഭിമാനിക്കുമ്പോഴും ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനും അവരെ സ്നേഹിക്കാനും അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാം ഇനിയും ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് സാരം. യഹൂദർക്ക് സംഭവിച്ചതും ഇതുതന്നെയാണ്. തങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ നടന്ന അവർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവർ അവനെ മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചില്ല. തപസ്സുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെയും ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനും അവനെ മനസ്സിലാക്കാനും നമുക്ക് പരിശ്രമിക്കാം. കർത്താവേ, എൻ്റെ അനുദിന ജീവിതയാത്രയിൽ അല്പസമയം നിനക്കായി മാറ്റിവെക്കാനും നിന്നെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള കൃപ എനിക്ക് നൽകണമേ. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.